അഭയം തേടി വരുന്നവർക്ക് ഒരു സമാധാനം കൊടുക്കാൻ തെയ്യം കലാകാരൻ ഒരു കടമയുണ്ടല്ലേ? തീർച്ചയായിട്ടും. അങ്ങനത്തെ എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അണിയറയുന്ന തെയ്യമായിട്ട് ഇറങ്ങുക, നമ്മളൊരു ദൈവിക പരിവേഷത്തോട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ആ ദൈവം തന്നെയാണ്. അപ്പോൾ നമ്മൾ മനുഷ്യരിൽ നിന്നും ദൈവത്തിലേക്ക് ചേക്കേറി അതിന് അതിൻ്റെതായ ചടങ്ങുകളും കാര്യങ്ങളും, വരവിളി, അതുപോലെ തന്നെ തോറ്റം, ഇതെല്ലാം ചൊല്ലിക്കഴിഞ്ഞിട്ടാണ് നമ്മളൊരു മാനുഷികമായിട്ടുള്ള അവസ്ഥയിൽ നിന്ന് നമ്മളൊരു ദൈവത്തിൻ്റെ ഒരു അവസ്ഥയിലേക്ക് മാറുന്നത്. അപ്പോൾ നമ്മുടെ മുന്നിൽ ഉള്ളവരൊക്കെ ആ ദൈവത്തിൻ്റെ ഭക്തന്മാരാണ്. അപ്പോൾ വർഷത്തിൽ ഒരു ദിവസം മാത്രമേ ദൈവത്തിൻ്റെ ഒരു കോലത്തെ നേരിട്ട് ഒരു ഭക്തന് കാണാൻ പറ്റൂ. അതാണ് തെയ്യത്തിൻ്റെ മർമ്മം എന്ന് പറയുന്നത്. അല്ലാതെ നമുക്ക് ക്ഷേത്രത്തിൽ പോയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം, പക്ഷേ ആ ദൈവിക കോലത്തോട്, ആ ദൈവത്തിൻ്റെ ഒരു രൂപത്തോട് നേരിട്ട് സംസാരിക്കാനുള്ള ഒരു വേദിയാണ് തെയ്യം ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഒരുപാട് പേര് അവരുടെ സങ്കടങ്ങളും അവരുടെ ആവലാതികളും ഒക്കെ നമ്മുടെ മുന്നിൽ വെച്ച് കണ്ണീര് കൊണ്ട് അല്ലെങ്കിൽ കരഞ്ഞുകൊണ്ട്, സന്തോഷങ്ങൾ ചിരിച്ചുകൊണ്ട് പങ്കുവെക്കുകയാണ്. അപ്പോൾ കരയുന്നവർക്ക് അതിനുള്ള മറുപടി പെട്ടെന്ന് നമുക്ക് ആ ഒരു മൈൻഡിൽ, ദൈവത്തിൻ്റെ ആ മൈൻഡിൽ നമുക്ക് തോന്നാറുണ്ട്. ഇന്ന പോലെ ചെയ്യൂ എങ്കിൽ ആ കാര്യങ്ങളൊക്കെ നടക്കും. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് നടന്ന് ഒരുപാട് പേരുണ്ട്. തെയ്യം സീസണൊക്കെ കഴിഞ്ഞിങ്ങനെ പോകുമ്പോൾ പെരുവണ്ണനെ അന്ന് പറഞ്ഞ്, അപ്പോൾ നമ്മൾ തന്നെ ചോദിക്കുക അത് എന്ന് പറഞ്ഞ്, എവിടുന്ന് പറഞ്ഞ്, നമ്മൾ എൻ്റെ അനുഭവത്തിൽ പറഞ്ഞ ആ കാര്യങ്ങളൊക്കെ ശരിയായിട്ടുണ്ട്, മകളെ കല്യാണമൊക്കെ കഴിഞ്ഞു, അങ്ങനെയൊക്കെ പറയുമ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് തന്നെ നമുക്കൊരു സന്തോഷവും അതുപോലെ തന്നെ ഈ ദൈവത്തിന് ആ ഒരു ശക്തി ഉണ്ട് എന്നുള്ളൊരു ബോധം നമുക്കുണ്ടാവും.